فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. എപ്പോഴാണ് തുടങ്ങേണ്ടത്? അത് തുടങ്ങേണ്ടത് 20-ന്റെ അന്ന് രാത്രി കാരണമെന്നുള്ളതാണ് അസ്ൽ. കാരണം 20-ാമത്തെ നോമ്പ് കഴിഞ്ഞ് പിന്നെ തുടങ്ങുന്ന ആ രാത്രി 21-ാം രാവാണ്. എഴ്തികാഫിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 21-ാമത്തെ നോമ്പിന്റെ അന്ന് രാവിലെയാണ് മുഅ്തഖഫിൽ പ്രവേശിച്ചത് എന്ന് പറഞ്ഞിട്ട് റിവായത്ത് ബുഖാരിയിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതുപോലെ മുഅ്തഖഫിൽ പ്രവേശിച്ചത് അപ്പോഴാണ്. എത്തിക്കാഫിരിക്കാൻ വേണ്ടി പ്രത്യേകമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന, നബിക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഹിബായിൽ പ്രവേശിച്ചത് അപ്പോഴാണ്. പക്ഷേ തലേ രാത്രി അവിടെ ഇല്ല എന്ന് അതുകൊണ്ട് മനസ്സിലാക്കിക്കൂടാ. തലേ രാത്രി കൂടി അവിടെ ഉണ്ടാവുക എന്നുള്ളത്, കാരണം അത് അവസാനത്തെ 10-ന്റെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം തുടങ്ങുന്നത് രാത്രിയോട് കൂടിയിട്ടാണ്. അവസാനത്തെ 10 തുടങ്ങുന്നത് മാത്രമല്ല, അത് ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രിയുമാണ്. അത് തുടങ്ങിയിട്ട് പിന്നെ മാസപ്പിറവി കണ്ടു, 29-ന്റെ അന്ന് മാസപ്പിറവി കണ്ടു എന്ന വിവരം കിട്ടിയാൽ മുഅ്തഖഫിൽ നിന്ന് പുറത്തു വരാവുള്ളൂ. അല്ലെങ്കിൽ 29-ന്റെ അന്ന് മാസപ്പിറവി കണ്ടില്ലെങ്കിൽ 30-ന്റെ അന്ന് നോമ്പ് പൂർത്തീകരിച്ച് ബാങ്ക് കൊടുത്താൽ പിന്നെ അയാൾക്ക് പുറത്തിയാടാം. ഇതാണ് ഇഅ്തികാഫിന്റെ രീതി. ആ സമയം മുഴുവനും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫുളൂലു ത്വആമി വശറാബ്, അമിതമായ ഭക്ഷണപാനീയങ്ങളില്ല, ഭാര്യമാരുമായിട്ടുള്ള ലൈംഗിക സംസർഗങ്ങളില്ല, അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള അൽ-ഇഖ്തിലാത്ത്, അമിതമായ വീഴ്ചകളും ബന്ധങ്ങളുമില്ല, ഫുളൂലുൽ കലാം, അനാവശ്യമായ സംസാരങ്ങളില്ല, ദുനിയാവിന്റെ കാര്യങ്ങളില്ല. മറിച്ച് അതെല്ലാം ഒഴിവാക്കിയിട്ട് അയാള് ജംഇയ്യതുഹു അലല്ലാഹ്, ഹൃദയത്തെ മുഴുവനായി സ്വരൂപിച്ചു നിർത്തുന്നത്, ഏകീകരിച്ചു നിർത്തുന്നത് അല്ലാഹുവിൽ, അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. വൽഇഖ്ബാലു അലല്ലാഹി ബികുല്ലിയതിഹി, മൊത്തമായി അല്ലാഹുവിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിനെ തിരിച്ചു വെക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴാണ്, ആ സമയത്താണ് മനുഷ്യന്റെ മനസ്സ് അത് ഏറ്റവും ഏകാഗ്രമാകുന്നത്. ആ മനസ്സിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുന്നത് അപ്പോഴാണ്. ആ ഇഅ്തികാഫ് റമളാനിന്റെ അവസാനത്തെ 10-ലാണ്.